ഓർമ്മപ്പെടുത്തിയത് ആരെയാണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു സാധുവിനെ നിങ്ങൾ സഹായിച്ചവനായിരിക്കാം, അവന്റെ ഇല്ലായ്മയിൽ നിങ്ങൾ പങ്കുചേർന്നിട്ടുണ്ടാകാം. ആ സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു സദഖയെ നിങ്ങൾ പിൽക്കാലത്ത് എടുത്തു പറയുന്നവനാണോ? അവനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ആഖിറത്തിൽ പരിഗണിക്കുക പോലുമില്ലെന്ന് സയ്യിദുനാ വശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മുൻഫിഖുൻ സിൽഅതഹു ബിയമീനിഹി, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്ക് ചെലവഴിക്കുന്നവൻ, ബിസിനസ് നടത്തുന്നവൻ, അല്ലാഹുവിന്റെ സത്യം ഇതെനിക്ക് മുതലാവില്ല കേട്ടോ എന്ന് പറയുന്നവരില്ലേ? കച്ചവടം ചെയ്യുമ്പോൾ അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട്, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നത് അല്ലാഹു നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ തിരിഞ്ഞു പോലും നോക്കുകയില്ലെന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ നോട്ടമില്ല എന്ന് പറയുന്നത് പടച്ചറപ്പിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്തേക്ക് പോകാൻ കാരണമായി തീരും. പടച്ചവനെ, ഈ സിയാറത്ത് അതിന്റെ നോട്ടത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാളെ നിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് അല്ലാഹ് നീ അനുഗ്രഹിക്കണേ. ഉമ്മമാരെ, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്നവനെ അല്ലാഹു വേണ്ട. ഒരു സൽക്കർമ്മം ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സാധുവിന് കടം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ടവന് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അത് എടുത്തു പറയുന്നവനെ അല്ലാഹു വേണ്ട. അതുപോലെ തന്നെയാണ് ദരിദ്രകാലത്ത് അഹങ്കരിച്ച് നടന്നവരുണ്ടോ, ആഡംബരം കാണിച്ച് നടന്നവരുണ്ടോ, അവരെയും അല്ലാഹു നാളെ തിരിഞ്ഞു പോലും നോക്കുകയില്ലെന്ന് ലോകത്തിന്റെ നായകനെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് സത്യമല്ലേ കൂട്ടുകാരെ? അത് വേണ്ടാത്ത ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവേ, മാരന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നാളെ സ്വർഗ്ഗലോകത്ത് നിന്റെ തണലിനായി ഒരുമിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. بحق سيدنا محمد الشيخ عبد الله المختار قدس الله سره العزيز മഹാനുഭാവന്റെ ചാരത്തിനായി വിളിക്കുന്ന നമുക്ക് നാളെ ആഖിറത്തിൽ അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ തിരുനോട്ടത്തിന്റെ ഹക്ക് കൊണ്ട് പടച്ചവനെ നിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. സീമാദേവി യുദ്ധസഞ്ചി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നാളെ MRI സ്കാനിങ്ങിന് വിധേയമാകുന്നു. ഓപ്പറേഷനൊന്നുമില്ലാതെ അല്ലാഹുവിന്റെ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഈ സലാമത്ത് ഹാജിലാക്കി കൊടുക്കണം റഹ്മാനേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ മശഖത്തും മുദറത്തും ഞങ്ങൾ നിയ്യത്ത് ചെയ്ത് വന്നവരാണ്. ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും ഈ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് നീ നിറവേറ്റി തരണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. أرحم الراحمين الله നീ മഗ്ഫിറത്ത് വിശാലമാക്കണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് വിശാലമാക്കി തരാൻ സബബായി ഈ സിയാറത്തിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്.
പടച്ചറബേ ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം പരിശുദ്ധമായ പരിപാവനമായ സിയാറത്ത് കേന്ദ്രമാകുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് നീ ഈ സ്ഥലത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ നിന്റെ റഹ്മത്തിന്റെ നോട്ടം നീ നൽകണേ റഹ്മാനേ. നിന്റെ വാഗ്യങ്ങളോട് നീ നോക്കുന്ന ദുഷ്കരമായ നോട്ടങ്ങളെ തൊട്ട് റബ്ബേ, നിന്റെ ഉളവിന്റെ നോട്ടത്തെ തൊട്ട് റബ്ബേ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അടച്ചവരെ ഞങ്ങളിവിടെ കേട്ടതുപോലെ 3 വിഭാഗത്തോട് നിന്റെ കരുണയുടെ നോട്ടം പോലെ